നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ഡിഫ്തീരിയ പടർന്നേക്കുമെന്ന് ആശങ്ക. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. അവകാശ പത്രിക അംഗീകരിക്കണമെന്ന ആവശ്യം. എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ആർഡിഒ ഓഫീസിലേക്ക് മാർച്ച്. കാലവർഷത്തോടൊപ്പം കാറ്റും. പുല്ലൂർ പെരിയയിൽ കരക്കക്കുണ്ടിൽ വീട് തകർന്നു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ. പടന്നക്കാട്ടെ ഹോട്ടലുകളിൽ വ്യാപക റെയ്ഡ്. പഴകിയ പുളിച്ച ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു. ദേശീയപാതയിലെ കുഴിയടപ്പ് പ്രഹസനമാകുന്നു. CITU പ്രവർത്തകർ കുഴിയടപ്പ് തടഞ്ഞു. ഒന്നര വർഷം കഴിഞ്ഞിട്ടും റേഷൻ കാർഡ് എത്തിയില്ല. ഉപഭോക്താക്കളുടെ കാത്തിരിപ്പ് തുടർക്കഥയാകുന്നു. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ഡിഫ്തീരിയ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് 15 മുതൽ 19 വരെ തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലയുടെ തൊട്ടടുത്ത ജില്ലകളിലും കർണാടക അതിർത്തിയിലും ഡിഫ്തീരിയ രോഗവും അതോടനുബന്ധിച്ചുള്ള മരണവും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രോഗം ജില്ലയിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ്. നിലവിൽ ജില്ലയിൽ 5 വയസ്സിൽ താഴെ 1,16,441 കുട്ടികളും അതിൽ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്ത 1009 കുട്ടികളുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡിഫ്തീരിയ രോഗം ബാധിക്കാനുള്ള സാധ്യതയും കൂടുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്ത കുട്ടികൾക്കുള്ള കുത്തിവയ്പ് 15 മുതൽ 19 വരെ തീയതികളിലായി നടക്കും. ഒരു പരിധിവരെ നമ്മൾ വിജയിച്ചതാണ്. പക്ഷെ ഈ അടുത്തായി പല രോഗങ്ങളും തിരിച്ചു വരുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ അന്യ ജില്ലകളിൽ തന്നെ ഒരു ഡിഫ്തീരിയ, മലപ്പുറം ജില്ലയിൽ ഇഷ്ടംപോലെ ഡിഫ്തീരിയ, കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ ഇവിടെ ഒരു സംശയാസ്പദമായ ഒരു ഡിഫ്തീരിയ മരണം നമ്മുടെ ബാംഗ്ലൂർ, അവർ ജോലി ചെയ്യുന്നത് നമ്മുടെ ജില്ലയിലാണെങ്കിലും ബാംഗ്ലൂരാണ് താമസം, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് സാധാരണ രീതിയിൽ കുട്ടികളിൽ വരുന്ന ഒരു അസുഖമായിട്ടാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഇപ്പോഴും മരണപ്പെട്ടവരും ഇതിലും ഏകദേശം കുട്ടികളുടെ പ്രായം കഴിഞ്ഞവർ വരെയാണ്. ഇതിനു മുന്നോടിയായി ഓരോ പ്രദേശത്തെയും ജനപ്രതിനിധികൾ, അംഗൻവാടി, ആശാ വർക്കേഴ്സ്, കുടുംബശ്രീ, ആരോഗ്യ പ്രവർത്തകരുടെയും സഹകരണത്തോടെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്ത ഓരോ കുട്ടിയെയും കണ്ട് ബോധവൽക്കരണം നടത്തി താൽപര്യമുള്ളവർക്ക് കുത്തിവയ്പ് നൽകുന്നതായിരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഇ മോഹനൻ, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ മുരളീധര നെല്ലൂരായ, ഡോക്ടർ TV പത്മനാഭൻ, ഡോക്ടർ EV ചന്ദ്രമോഹൻ, ജില്ലാ മാസ് മീഡിയ ഓഫീസർ M രാമചന്ദ്ര, EC ത്രേസ്യാമ, VV പ്രീത തുടങ്ങിയവർ സംബന്ധിച്ചു. സർക്കാരിന് സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കണമെന്ന ആവശ്യം. SFIയുടെ നേതൃത്വത്തിൽ RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ സർക്കാരിന് അവകാശ പത്രിക സമർപ്പിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് അവകാശ പത്രിക അംഗീകരിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് RDO ഓഫീസ് മാർച്ച് നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി M വിജിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
ഒരു ഘട്ടത്തിലും പ്രവർത്തിച്ചില്ല. ഞങ്ങളുടെ സമരം ഗവൺമെന്റിന്റെ നയങ്ങളോടായിരുന്നു. കേരളത്തിലെ UDF ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റായ നയങ്ങൾ കൊണ്ടുവന്നപ്പോൾ ചോര ചീന്തുന്ന സമരങ്ങൾക്ക് ഞാനും നിങ്ങളും നേതൃത്വം കൊടുത്തതാണ്. ജില്ലാ പ്രസിഡന്റ് കെ മഹേഷ് അധ്യക്ഷനായി. KV ശ്യാംചന്ദ്രൻ, വൈശാഖ് ശോഭനൻ, സുഭാഷ് പാടി, മീരാചന്ദ്രൻ, B വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂർ പെരിയയിലെ കരക്കംകുണ്ടിൽ കാറ്റിൽ വീട് തകർന്നു. കാറ്റിൽ തകർന്നത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ. ഒരു രാത്രി കൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ട അവസ്ഥയാണ് പുല്ലൂർ പെരിയയിലെ കരക്കകുണ്ടിലെ ഉഷയുടെ കുടുംബത്തിന്. വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിൽ വീട് തകർന്നതോടെ ഈ കുടുംബത്തിന് കയറിക്കിടക്കാൻ പോലും ഇടമില്ലാതായി. ശക്തിയായ കാറ്റിൽ മേൽക്കൂരയും കല്ലും താഴേക്ക് പതിക്കുകയായിരുന്നു. ഉഷയും ഭർത്താവ് ബാബുവും മക്കളുമാണ് ഇവിടെ താമസമുണ്ടായിരുന്നത്. മക്കളായ സീനയും ഷീബയും വിദ്യാർത്ഥിനികളാണ്. വെള്ളിക്കോത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ സീനയുടെ പാഠപുസ്തകങ്ങൾ പൂർണ്ണമായും മഴയിൽ കുതിർന്നു നശിച്ചു. വീട്ടുപകരണങ്ങൾ നശിച്ചിട്ടുണ്ട്. കാറ്റിൽ മേൽക്കൂര പതിക്കുമ്പോൾ ഉഷയും കുടുംബവും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം തിരിച്ചു കിട്ടിയ അവസ്ഥയാണെന്ന് ഉഷ പറയുന്നു. രാത്രിക്ക് സൗണ്ട് കേട്ടിട്ടാകുമ്പോൾ ഞാൻ 3:30 ഒരു കല്ല് വീണ കൂറ്റി കിട്ടും. അപ്പോൾ ഞാൻ പുറത്തേക്ക് കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് പുറത്തേക്ക് വരെ വിളിച്ചിട്ട് കൊണ്ടുമ്പോഴേക്ക് പുറത്തേക്ക് കഴിഞ്ഞിട്ടാകുമ്പോഴേക്ക് തന്നെ അങ്ങനെ വീണുപോയി. എന്നാകെ താന്നു. പിന്നെ നമ്മ മഴയത്ത് പുറത്തിങ്ങനെ നിന്ന് പൊല്ലോടുമ്പോൾ ആയിക്കൂടി അവർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും. സംഭവസ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ എസ് നായർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ, വാർഡംഗം K ബിന്ദു, പുല്ലൂർ ബാങ്ക് പ്രസിഡന്റ് വിനോദ് കുമാർ പള്ളയിൽ വീട്, റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ഒടുവിൽ നാട്ടുകാർ ഇടപെട്ട് ഉഷയും കുടുംബത്തെയും അയൽവീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. പടന്നക്കാട്ടെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷ്യവിഭവങ്ങൾ പിടിച്ചെടുത്തു. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് പഴകിയ ഭക്ഷ്യവിഭവങ്ങൾ പിടിച്ചെടുത്തത്. മഴക്കാലം മുൻനിർത്തി കാഞ്ഞങ്ങാട് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്ന ഹോട്ടലുകളിലെ പരിശോധനയിലാണ് പഴകിയ ഭക്ഷ്യവിഭവങ്ങൾ പിടിച്ചെടുത്തത്. പടന്നക്കാട്ടെ 2 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. പഴകിയ ചോറ്, ചിക്കൻ, ചപ്പാത്തി, പൊരിച്ചമീൻ, പച്ചക്കറി വിഭവങ്ങൾ തുടങ്ങിയവയാണ് വ്യാഴാഴ്ച രാവിലെ നടന്ന പരിശോധനയിൽ പിടിച്ചെടുത്തത്. കാഞ്ഞങ്ങാട് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തിയപ്പോൾ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് പല ഹോട്ടലിനകത്തും പിന്നെ മുനിസിപ്പാലിറ്റി ഹെൽത്ത് വിഭാഗം നടത്തിയ റെയ്ഡിൽ പിടിക്കപ്പെട്ടത്. ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് പല രോഗങ്ങളും വരുന്നതെന്ന് നമുക്കറിയാം. ഒരു ഉത്തരവാദിത്വമില്ലാതെ അങ്ങനെ പഴകിയ ഭക്ഷണങ്ങൾ നമ്മുടെ ആളുകൾക്ക് നൽകുന്ന ഈ നടപടി എതിരായിട്ട് ശക്തമായ നിയമ നടപടി എടുക്കാൻ തന്നെയാണ് നഗരസഭ തീരുമാനിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KV രാജീവൻ, T സജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മഴക്കാല രോഗങ്ങൾ തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടലുകളിൽ പരിശോധന നടത്തിയത്. പരിശോധന തുടർന്നും കർശനമാക്കാനാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനെ തുടർന്ന് പ്രവർത്തനം തന്നെ പ്രതിസന്ധിയിലായ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് ശുഭവാർത്ത. ഒഴിവുകൾ നികത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സുനിൽകുമാർ ഉറപ്പു നൽകി. നിയമസഭയിൽ O രാജഗോപാലൻ MLA ആണ് വിഷയം അവതരിപ്പിച്ചത്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഒഴിവുകൾ സംബന്ധിച്ചും പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടികളെക്കുറിച്ചും M രാജഗോപാലൻ MLA ഉന്നയിച്ച സബ്മിഷന് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു കൃഷിമന്ത്രി. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫോറസ്ട്രി എന്നീ ഫാക്കൽറ്റികളിലെ വിവിധ ഡിസിപ്ലിനുകളിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ സ്റ്റേ നിലവിലുള്ളതിനാൽ നിയമന നടപടികൾ നടത്താൻ സാധിക്കില്ല. കേസിൽ തീരുമാനമാകുന്ന മുറയ്ക്ക് പിലിക്കോട് ഗവേഷണ കേന്ദ്രത്തിലേതുൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നിയമന നടപടികൾ സ്വീകരിക്കും. കേരളത്തിലെ കാർഷിക സർവകലാശാലകളിലെ അനധ്യാപക തസ്തികകൾ PSCക്ക് വിട്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിൽ PSC പരീക്ഷ നടത്തിയിട്ടുണ്ട്. ഇതിൽ അസിസ്റ്റന്റ് തസ്തികയുടെ സാധ്യതാ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിയമനം നടത്തുമ്പോൾ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മുഴുവൻ ഒഴിവുകളും നികത്തും. നിലവിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും ദിവസവേതനാടിസ്ഥാനത്തിലും താൽക്കാലിക തൊഴിലാളികളെ നിയമിച്ചാണ് ഗവേഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് MLA പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ പ്രതീക്ഷയോടെയാണ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലുള്ളവരും കൃഷിയെ സ്നേഹിക്കുന്നവരും നോക്കിക്കാണുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കണ്ണിൽ പൊടിയിട്ട് കരാറുകാർ. ദേശീയപാതയിലെ കുഴിയടക്കൽ CITU തൊഴിലാളികൾ തടഞ്ഞു. ബുധനാഴ്ച ഉച്ചയ്ക്ക് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു സംഭവം. ദേശീയപാതയിൽ കുമ്പള പെറുവാട് മുതൽ ചട്ടഞ്ചാൽ വരെ നടത്തുന്ന റോഡ് കുഴിയെടുക്കൽ പ്രവൃത്തിയിൽ വൻ കൃത്രിമം നടക്കുന്നുവെന്നാരോപിച്ചായിരുന്നു CITUവിന്റെ കീഴിലുള്ള ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ
കുഴിയടക്കൽ പ്രവൃത്തി തടസ്സപ്പെടുത്തിയത്. കൊണ്ടുവന്നാൽ ഈ 19 കോടി രൂപ എങ്ങനെയെങ്കിലും വെള്ളത്തിലിട്ട് കളയണം. ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായിക്കൂടാ. ആവശ്യത്തിന് ടാർ ഉപയോഗിക്കാതെ ജില്ലികഷ്ണം മാത്രം കൊണ്ടുവന്ന് കുഴിയിൽ നിക്ഷേപിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തന്ത്രമാണ് കരാറുകാരും ദേശീയപാത അധികൃതരും നടത്തുന്നതെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെയും ജനങ്ങളുടെയും പരാതി. ഉദ്യോഗസ്ഥരുടെ പ്രസൻസ് ഇല്ലാതെ ആ നിലയിലേക്ക് വെറും 2-3 ഹിന്ദിക്കാരായിട്ടുള്ള പണിക്കാരെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് പണി നടത്തുന്ന സ്ഥിതി ഉണ്ടായി. അത് കണ്ടുകൊണ്ട് ഇവരുൾപ്പെടെ ഈ നഗരത്തിലെ ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെ ഈ വണ്ടി തടഞ്ഞു വെക്കുകയും ആ തടഞ്ഞു വെച്ചതിനെ തുടർന്ന് ആളുകൾ സംഘടിക്കുന്ന നിലയും ഉണ്ടായി. ടാറിൽ മുഖ്യ ജില്ലികഷ്ണങ്ങളുമായി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ടിപ്പർ ലോറി എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ജില്ലി ഉപയോഗിച്ച് കുഴിയടക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് പ്രവൃത്തി തടഞ്ഞത്. ഇത് ഏറെ നേരം വാക്കുതർക്കങ്ങൾക്ക് വഴിവെച്ചു. പോലീസ് എത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കാനായില്ല. ഇത് സ്ഥിരം പരിപാടിയാണെന്നും ഇനി ഇത്തരം കൃത്രിമ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും CITU പ്രവർത്തകർ പറഞ്ഞു. ഈ കുഴിക്ക് 4 കഷ്ണം കല്ല് കൊണ്ടുവരും, അവിടെ ഇടും, ഇവർ പോകുന്ന വഴിക്ക് ലോറി വരുമ്പോൾ കല്ലുകൾ ആൾക്കാരെ ദേഹത്ത് തട്ടി അവർ നടന്നു പോകും. ഇതാണ് അവസ്ഥ ഉണ്ടായത്. അങ്ങനെ മിഞ്ഞാന്നൊരു ദിവസം ഞാൻ ഇതിൽ ഓട്ടോ എടുത്ത് വരുമ്പോൾ ഒരു പിക്കപ്പുമായിട്ട് ഒരു ഹിന്ദിക്കാരനും ഒരാളും ഒരു കൈക്കോട്ടും 4 കഷ്ണം കല്ലും വന്ന് ഇവിടെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് സ്വാഭാവികമായിട്ട് ചോദിച്ചു, ഇതിന് വേറെ കോൺട്രാക്റ്റോ അല്ല ഇതിൻ്റെ എസ്റ്റിമേറ്റ് ബില്ലോ എന്തെങ്കിലും നിങ്ങൾ എടുത്തുണ്ടോ? ഇല്ല, ഇതിങ്ങനെ ഇട്ടിട്ടാണ് പോകാൻ ഞങ്ങളോട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിക്കുന്നവർ. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാർ ഇല്ലാതെ റോഡ് പണിയെടുക്കുന്ന ഒരു വ്യവസ്ഥ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ വന്നാലേ എടുക്കാൻ പറ്റും. അല്ല, ഞങ്ങൾ എടുക്കും, നിങ്ങളെ നമ്പർ വേണം. ഞാൻ പറഞ്ഞു, എൻ്റെ നമ്പറോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ എയിനെ വിളിച്ചാൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. തുടർന്ന് ജില്ലിയും വാഹനവും കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. മഴക്കാലത്തെ അത്യാവശ്യ പാച്ച് വർക്കുകൾ തീർക്കാൻ വേണ്ടി 8 ലക്ഷം രൂപയാണ് അനുവദിച്ചതെന്നും താൽക്കാലിക പ്രവൃത്തി മാത്രമാണിതെന്നും നാഷണൽ ഹൈവേ അധികൃതർ അറിയിച്ചു. പുതിയ റേഷൻ കാർഡിനുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 1.5 വർഷം പിന്നിടുന്നു. കഴിഞ്ഞ മാർച്ച് മാസത്തോടെ പുതുക്കിയ കാർഡ് നൽകാനായിരുന്നു സർക്കാർ നീക്കമെങ്കിലും നടന്നിരുന്നില്ല. പുതിയ സർക്കാരിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. സംസ്ഥാനത്താകെയുള്ള 81 താലൂക്കുകളിലായി 83 ലക്ഷം റേഷൻ കാർഡുകളാണ് ഉള്ളത്. 2014 നവംബറിലാണ് പുതുക്കിയ റേഷൻ കാർഡ് പുറത്തിറക്കാനായി 19 കോടി രൂപയ്ക്ക് സീഡിറ്റിന് കരാർ നൽകിയത്. തൊട്ടടുത്ത മാസം തന്നെ പുതിയ കാർഡിനായുള്ള അപേക്ഷാ ഫോറം വിതരണം ചെയ്തിരുന്നു. 2015 തുടക്കത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അപേക്ഷകൾ ശേഖരിക്കുകയും ഫോട്ടോ എടുക്കൽ ക്യാമ്പ് നടത്തുകയും ചെയ്തു. പട്ടികയുടെ പ്രിന്റിംഗ് ജോലികൾ സീഡിറ്റിന്റെ കീഴിൽ നടന്നുവരുന്നതിനിടയിലാണ് മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നത്. കരട് ലിസ്റ്റിൽ ആക്ഷേപമുള്ളവരുടെ പരാതി തീർപ്പാക്കാനും കൂടുതൽ സമയം വേണ്ടിവരും. പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, ICDS ഓഫീസർ തുടങ്ങിയവർ ഉൾപ്പെട്ട സമിതി പരാതി പരിശോധിച്ച ശേഷം ജില്ലാ സപ്ലൈ ഓഫീസർ, കളക്ടർ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരടങ്ങിയ ജില്ലാ സമിതിയുടെയും പരിശോധനയ്ക്ക് ശേഷമേ പരാതിയിൽ അന്തിമ തീർപ്പുണ്ടാകൂ. പുതുക്കൽ നടപടികൾ ഇഴയുന്നതിനാൽ പുതിയ റേഷൻ കാർഡിന് അപേക്ഷ നൽകാനാവാതെ ആയിരക്കണക്കിന് ആളുകൾ വലയുകയാണ്. വിവിധ സഹായങ്ങൾക്കും ആവശ്യങ്ങൾക്കും കാർഡ് വേണമെന്നിരിക്കെ പുതുക്കൽ പൂർത്തിയാവാതെ ഒന്നും ചെയ്യാനാവാത്ത സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല, ഭക്ഷ്യവകുപ്പ് പുതിയ റേഷൻ കാർഡിനായുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നുമില്ല. കഴിഞ്ഞ 9 വർഷമായി കാർഡ് പുതുക്കാത്തതിനാൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പലരുടെയും പേര് കാർഡിലില്ല. ഇത് സ്കൂളുകളിലെ ആനുകൂല്യങ്ങൾ തടയാനും ഇടയാക്കുന്നുണ്ട്. ഇപ്പോൾ കാലാവധി കഴിഞ്ഞിട്ട് 3 വർഷത്തോളമായി. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ സർക്കാർ റേഷൻ കാർഡിൻ്റെ അപേക്ഷയെല്ലാം സ്വീകരിച്ചെങ്കിലും ഇപ്പോൾ അത് നടപ്പിലായിട്ടില്ല. എന്നാൽ പുതിയ സർക്കാർ ഇപ്പോൾ നിലവിൽ വന്നതിൻ്റെ ഭാഗമായിട്ടെങ്കിലും ഇപ്പോൾ ഈ റേഷൻ കടകളിൽ ഇന്ന് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് കൂടുതൽ ആളുകളെ ഇപ്പോൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ആധാർ കാർഡും ഉൾപ്പെടെ ചെറിയ കുട്ടികളെ ഉൾപ്പെടെ ചേർക്കേണ്ടുന്ന ആവശ്യമുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കാനുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു 5-6 മാസത്തിനുള്ളിലെങ്കിലും റേഷൻ കാർഡ് നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മുടെ നാട്ടുകാരൻ എന്ന നിലക്ക് നമുക്ക് പറയാനുള്ളത്. നേരത്തെ സംസ്ഥാനത്ത് 3 താലൂക്കുകളിൽ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇവിടെ കരട് ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ നിലവിൽ BPL വിഭാഗത്തിൽപ്പെട്ട പലരും പുതിയ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല.
അത് വ്യാപക പരാതിക്കിടയാക്കിയതോടെ മറ്റു താലൂക്കുകളിൽ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് നിർത്തിവെക്കുകയായിരുന്നു. നിലവിൽ BPL വിഭാഗത്തിൽപ്പെട്ടവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതും നഗര ഗ്രാമപരിധി തീരുമാനിക്കുന്നതുമായ കാര്യങ്ങളിലാണ് ഇപ്പോഴും നടപടിയാകാത്തത്. പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ കാർഡ് ലഭ്യമാക്കാൻ പുതിയ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. താങ്ങും തണലുമായിരുന്ന മകൾ അപകടത്തെ തുടർന്ന് എഴുന്നേൽക്കാൻ പോലുമാകാതെ കിടപ്പിലായപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ച് ഒരമ്മ. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ നിർമ്മലയാണ് മകൾ പ്രസീതയുടെ ചികിത്സയ്ക്കും ജീവിത ചെലവിനുമായി നട്ടം തിരിയുന്നത്. കുടുംബശ്രീ പ്രവർത്തനങ്ങളിലും മറ്റും സജീവമായിരുന്ന പ്രസീതയ്ക്ക് 3 മാസം മുമ്പാണ് അപകടം സംഭവിക്കുന്നത്. ചെറുവത്തൂർ VV സ്മാരക സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ യോഗം കഴിഞ്ഞ ദേശീയപാത മുറിച്ചു കടക്കവേ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. അന്ന് വലതുകാലിന് വേദനയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ 1 മാസം മുമ്പ് കാലിലെ വേദന രൂക്ഷമാവുകയും എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെയുമായി. ആയുർവേദ ആശുപത്രികളിലും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലുമെല്ലാം ചികിത്സയ്ക്കായി എത്തി. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് പെട്ടിക്കട നടത്തി ഉപജീവനമാർഗം കണ്ടെത്തുന്ന നിർമ്മലയ്ക്ക് ചികിത്സാ ചെലവ് താങ്ങാവുന്നതിലും അപ്പുറമാണ്. വിദഗ്ധ ചികിത്സയ്ക്ക് പണമില്ലാതായതോടെ കാലിലെ വേദനയ്ക്ക് അല്പമെങ്കിലും ശമനം ലഭിക്കുന്നതിനായി ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസീത. മറ്റാരുമില്ലാത്തതിനാൽ പരസ്പരം തുണയായി ജീവിക്കുന്നവരാണ് നിർമ്മലയും പ്രസീതയും. നല്ല ചികിത്സ ലഭിച്ചാൽ 30-കാരിയായ പ്രസീതയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ ജീവിതം തന്നെ തള്ളി നീക്കാൻ പാടുപെടുമ്പോൾ എങ്ങനെ മകളുടെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തും എന്നതാണ് ഈ അമ്മയുടെ മുന്നിലെ വലിയ ചോദ്യം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് വേഗം അടിച്ചതാണ് വണ്ടി. അവിടുന്ന് KHൽ കൊണ്ടുപോയി. KHൽ നിന്ന് 8 ദിവസം കിടന്നതിന് ശേഷം മംഗലാപുരത്ത് പോയി. മംഗലാപുരത്ത് വന്നിട്ട് യൂണിറ്റിയിൽ കിടന്നു. ആദ്യം ചീമേനി ആയുർവേദ ആസ്പത്രിയിൽ പോയി തിരിച്ച് ആദ്യം യൂണിറ്റിയിലേക്ക് വന്നു. ഇതിനിടയിൽ പ്രസീതയുടെ 10ാം തരത്തിലെ സഹപാഠികൾ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി 30,000 രൂപ സഹായധനം കൈമാറി. 1995-96 വർഷത്തെ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SLC ബാച്ചാണ് സഹപാഠിയുടെ ദുരിതമറിഞ്ഞ സഹായഹസ്തവുമായി എത്തിയത്. ശശിമേനോൻ, ഉഷ ടീച്ചർ, അനീഷ്, സജിത്ത്, ഷാനി, അനിത, തുഷാര എന്നിവർ പ്രസീതയുടെ വീട്ടിലെത്തി. പള്ളിക്കര ചെരുമ്പ തൊണ്ടോളി കോളനിയിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതി ജൂലൈ 15-ന് ഉദ്ഘാടനം ചെയ്യും. ഷാർജ KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് കുടിവെള്ള പദ്ധതി നിർമ്മിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുടിവെള്ളത്തിന് പ്രയാസം അനുഭവപ്പെടുന്ന നിർധനർ താമസിക്കുന്ന തൊണ്ടോളി കോളനിയിലെ 40ഓളം കുടുംബങ്ങൾക്കാണ് ഈ കുടിവെള്ള പദ്ധതി ഉപകാരപ്പെടുക. ജൂലൈ 15-ന് വെള്ളിയാഴ്ച പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശുദ്ധജലം കിട്ടാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കോളനികൾ നോക്കി നടപ്പാക്കുന്ന ഹൈലെ സിയാബ് കുടിവെള്ള പദ്ധതിയുടെ വിവരങ്ങൾ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. മറ്റന്നാൾ വെള്ളിയാഴ്ച 2:30 മണിക്ക് പള്ളിക്കര പഞ്ചായത്തിലെ തൊണ്ടോളി കോളനിയിൽ 40 വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന സംവിധാനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ദിവംഗതനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മരണക്കായാണ് ഷാർജ KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തൊണ്ടോളിയിൽ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. CT അഹമ്മദ് അലി, MC ഖമറുദ്ദീൻ, ചെർക്കളം അബ്ദുള്ള, NA നെല്ലിക്കുന്ന് MLA, PB അബ്ദുൾ റസാഖ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഷാഫി ആലക്കോട്, ഗഫൂർ ബേക്കൽ, ഖലീൽ റഹ്മാൻ കാശിഫി, ഹനീഫ കുന്നിൽ, നാസർ പെരിയ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സർവീസിലുള്ള എല്ലാ അധ്യാപകർക്കും ശമ്പളം നൽകണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്.
രാവിലെ 11 മണിക്ക് വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ UDF ഗവൺമെന്റ് നടപ്പാക്കിയ ഏറ്റവും ശ്ലാഘനീയമായ അത്യന്തം വിപ്ലവകരമായ വിദ്യാഭ്യാസ രംഗത്തെ ഒരു നടപടി, അതിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇന്ന് ഇടതുമുന്നണി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. സ്ഥിരാധ്യാപകരായി നിയമനം ലഭിച്ചിട്ടുള്ള അധ്യാപകർക്ക്, ആയിരക്കണക്കിന് അധ്യാപകർക്ക്, നമ്മുടെ ജില്ലയിൽ പോലും നൂറുകണക്കിന് അധ്യാപകർക്ക് ശമ്പളം ലഭിക്കാത്ത ഒരു ദുരവസ്ഥ, ഒരു ദുരിതം ഇന്ന് നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള അനുഭവമാണ് വിദ്യാഭ്യാസ രംഗത്ത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു പുതിയ പ്രതിഭാസം. ജില്ലാ പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. സർക്കാർ വിദ്യാലയങ്ങളിൽ ഒഴിവുള്ള തസ്തികകളിൽ ഉടൻ നിയമനം നടത്തുക, എയ്ഡഡ് വിദ്യാലയങ്ങളിലെ എല്ലാ നിയമങ്ങൾക്കും അംഗീകാരം നൽകുക, ഉച്ചഭക്ഷണ പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കുക, പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുക, SSA പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, RMSA വിദ്യാലയങ്ങളിലെ പ്രൈമറി ഹെഡ്മാസ്റ്റർ തസ്തിക നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KPSTA നേതൃത്വത്തിൽ DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. എബിജിൻ, AK രമ, K സരോജിനി, M സീതാരാമൻ, KC സെബാസ്റ്റ്യൻ, AJ പ്രദീപ് ചന്ദ്രൻ, P ശശിധരൻ, TM സദാനന്ദൻ, K രാജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുള്ളേരിയ വിദ്യാഭാരതി സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ യോഗശില്പശാല സംഘടിപ്പിക്കുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഭാരത സർക്കാരിന്റെ സംസ്കൃതി മന്ത്രാലയം വിദ്യാഭാരതിയുമായി സംയോജിച്ചാണ് രാജ്യമെമ്പാടും യോഗയും ആരോഗ്യ ജീവനത്തിൽ യോഗയുടെ പ്രസക്തിയും എന്ന വിഷയത്തിൽ കാര്യശാല സംഘടിപ്പിക്കുന്നത്. മുള്ളേരിയ വിദ്യാശ്രീ ശിക്ഷണ കേന്ദ്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുക്കും. ഇവരുന്ന 16-ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പരിപാടി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. സംസ്കൃതി മന്ത്രാലയവും വിദ്യാഭാരതി അഖില ഭാരതീയ സംസ്ഥാൻ കുരുക്ഷേത്ര ഇതിൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ മുള്ളേരിയയിലെ വിദ്യാശ്രീ ശിക്ഷണ കേന്ദ്രം ഈ വരുന്ന 16-ാം തീയതി ശനിയാഴ്ച ജില്ലയുടെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ടുള്ള യോഗ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഉദ്ഘാടനം 16-ാം തീയതി രാവിലെ 9 മണിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ജനറൽ സെക്രട്ടറി M ചാത്തുക്കുട്ടി, ഗണേഷ് വത്സ, സതീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ഡിഫ്തീരിയ പടർന്നേക്കുമെന്ന് ആശങ്ക. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. അവകാശ പത്രിക അംഗീകരിക്കണമെന്ന ആവശ്യം. SFIയുടെ നേതൃത്വത്തിൽ RDO ഓഫീസിലേക്ക് മാർച്ച്. കാലവർഷത്തോടൊപ്പം കാറ്റും. പുല്ലൂർ പെരിയയിൽ കരക്കക്കുണ്ടിൽ വീട് തകർന്നു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ. പടന്നക്കാട്ടെ ഹോട്ടലുകളിൽ വ്യാപക റെയ്ഡ്. പഴകിയ പുളിച്ച ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു. ദേശീയപാതയിലെ കുഴിയടപ്പ് പ്രഹസനമാകുന്നു. CITU പ്രവർത്തകർ കുഴിയടപ്പ് തടഞ്ഞു. ഒന്നര വർഷം കഴിഞ്ഞിട്ടും റേഷൻ കാർഡ് എത്തിയില്ല. ഉപഭോക്താക്കളുടെ കാത്തിരിപ്പ് തുടർക്കഥയാകുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.